മുഖക്കുരു ഉള്ളവർ കുറച്ച് ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഹലോ എവ്രിവൺ, ഞാൻ ഇന്ന് വീണ്ടും ഒരു ടിപ്സ് പറയാനായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് വളരെ കോമൺ ആയിട്ട് നമ്മുടെ ടീനേജേഴ്സിനെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് മോക്കുരു. ടീനേജേഴ്സ് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ജീവിതശൈലി മാറിയപ്പോഴത്തേക്ക് അത് ടീനേജേഴ്സ് എന്നുള്ളത് മാറിയിട്ട് അഡൽട്ട് പോപ്പുലേഷൻ, അതായത് ഒരു 20 കഴിഞ്ഞും 30 കഴിഞ്ഞും 40 ഒക്കെ ആൾക്കാർക്ക് മോക്കുരു വരുന്നൊരു പ്രശ്നമുണ്ട്. സോ മോക്കുരുവിൻ്റെ കാരണങ്ങളോ അതുണ്ടാകുന്ന കാര്യങ്ങളോ ഒന്നും ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് പറയാനായിട്ടുള്ളൊരു വീഡിയോ ആണ്. പക്ഷേ ഞാനൊരു ചെറിയ ടിപ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് തരുന്നത്. മുഖക്കുരു ഉള്ളവർ കുറച്ച് ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യണം. കാരണം അവർ കൺട്രോളായി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കൂടിയും ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കൗട്ട്സ് വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ചില ഡയറ്ററി മോഡിഫിക്കേഷൻസ് നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിൽ അവർക്ക് വീണ്ടും ബ്രേക്കൗട്ട്സ് വന്നുകൊണ്ടേയിരിക്കും. അത് എസ്പെഷ്യലി കൂടുതൽ പ്രശ്നമാകുന്നത് നമുക്ക് പാടുകൾ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ മോക്കുരു ഉള്ളവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെ ഫുഡ് അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ഡയറി ഫുഡ്സ്, അതായത് പാലുൽപ്പന്നങ്ങൾ. അല്ല, പ്രധാനമായിട്ടും പാല് ഒഴിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, നമ്മൾ ചായ, കാപ്പി, എല്ലാവരും നമ്മൾ പാല് അവോയ്ഡ് ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്ക് പാല് മാത്രമായിട്ട് അവോയ്ഡ് ചെയ്യും. പക്ഷേ നമ്മൾ പൊതുവേ ചായയിലും കാപ്പിയിലും ഒക്കെ ഒരുപാട് പാല് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. പാലുകൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, പിന്നെ ചീസ്, ബട്ടർ, ഈ സാധനങ്ങൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗറി ഫുഡ്സ്, ബേക്കറിയിൽ നമ്മൾ ഒരുപാട് ഷുഗർ കണ്ടൻറ്റ് ആഡ് ചെയ്യുന്നതായിട്ടുള്ള ഫുഡുകളുണ്ടല്ലോ, അത് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫുഡ്സ് എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പറയും. എസ്പെഷ്യലി ചോക്ലേറ്റ്സ്, ഐസ്ക്രീംസ്, ആ സാധനങ്ങൾ. ഐസ്ക്രീമിനകത്ത് പാലുണ്ട്, പിന്നെ മധുരമുണ്ട്. അപ്പോൾ ഇത് രണ്ടും, ഐസ്ക്രീം, ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് ബ്രേക്കൗട്ട്സ് വളരെ കൂടുതലാണ്. പിന്നെ വളരെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നൊരു സാധനമാണ് മുട്ട. പൊതുവേ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലെങ്കിൽ കൂടിയും മോക്കുരുള്ള ആൾക്കാർക്ക്, എസ്പെഷ്യലി ട്രങ്കൽ ആക്നെ, ബാക്ക് ആക്നെ ഉള്ള ആൾക്കാർ, പിന്നെ ഹൈഡ്രോനെറ്റിസ് സെപ്പറേറ്റീവ്, നമ്മുടെ ഈ കഷത്തിൽ തുടയിടുക്കിലൊക്കെ വരുന്ന മോക്കുരുവിൻ്റെ ഒരു പോലെയുള്ള തോന്നുന്ന നമുക്ക് പഴുത്ത കുരുക്കൾ വരുന്ന ആക്നെ ഇൻവേഴ്സാന്ന് പറയും നമ്മൾ. അപ്പോൾ അതൊക്കെ ഈ നമ്മൾ മുട്ട കഴിക്കുന്ന ആൾക്കാരിൽ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ പാക്കേജ് ഡ്രിങ്ക്സ്, കൊക്കക്കോള, അങ്ങനത്തെ സാധനങ്ങൾ, പാക്കേജ്ഡായിട്ട് വരുന്ന സാധനങ്ങൾ, പ്രോസസ്ഡായിട്ട് വരുന്ന ജങ്ക് ഫുഡ്സുകൾ, ഇതെല്ലാം അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ആക്നെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മരുന്നില്ലാതെ പോകാൻ പറ്റും. അപ്പോൾ ചെറിയ മോഡിഫിക്കേഷൻസ് കൊതിക്ക് വല്ലപ്പോഴും ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു.